السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബിമാർക്കും വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം അത്രക്കും അനിവാര്യമായൊരു ഘട്ടത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. മുസ്ലിങ്ങൾ പാത്തും പതുങ്ങിയും അവരുടെ ദീൻ കൊണ്ടു നടന്നിരുന്ന കാലം. അപ്പോൾ ആ സമയത്ത് ഉമറിനെ പോലെ ഉള്ള ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ചെറിയൊരു സംഗതിയല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ കാരണം എന്താണ്? അതിനൊരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊക്കെ കേട്ട് പരിചയിച്ച കുറേ കഥകൾ ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം സ്വീകരണമായിട്ട് നമുക്കറിയാം. അതിലൊന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വരുന്നതും, വഴിയിൽ വെച്ചിട്ട് സഹോദരനും സഹോദരിയും അളിയനും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞ് തിരിച്ചു മടങ്ങുന്നതും, സഹോദരിയുടെ വീട്ടിൽ ചെല്ലുന്നതും, സഹോദരിയെ പിടിച്ച് തല്ലുന്നതും, അവിടുന്ന് സൂറത്ത് ത്വാഹ കേൾക്കുന്നതും, ഉമർ റളിയല്ലാഹു അൻഹു മാറുന്നതൊക്കെ. ഇതേപോലെ പല സംഭവങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിൽ ഏറ്റവും സ്വീകാര്യോഗ്യമാണ് എന്ന് പറയാൻ പറ്റിയൊരു സംഭവം, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തു. നബിയെ ഫോളോ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പിറകിൽ ചെന്ന് നിന്നു. അങ്ങനെ നബി അന്ന് ഓതിയിരുന്ന സൂറത്തുൽ ഹാക്കയാണ്. അപ്പോൾ സൂറത്തുൽ ഹാക്ക ഓതി നബി അതിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെ ഓതിപ്പോരുകയാണ്. അപ്പോൾ അതിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലയിച്ച് ചേർന്നു. ഖുർആനിൻ്റെ ആ വശ്യതയിൽ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഉമർ പറയുന്നുണ്ട്, ലഅല്ലഹു ഷാഇർ, മുഹമ്മദ് ഒരു കവിയായിരിക്കും. മക്കക്കാർ പറയുന്ന പോലെ മുഹമ്മദ് ഒരു കവിയായിരിക്കും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, അത് ഒരു റസൂലിൻ്റെ വർത്തമാനമാണ്. വമാ ഹുവ ബിഖൗലി ഷാഇർ ഖലീലം മാ തുഅ്മിനൂൻ, അതൊരു കവിയുടെ സംസാരമല്ല, കവിയുടെ വാക്കല്ല ഖുർആൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ കുറച്ച് ആൾക്കാരെ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരുതി, എന്നാൽ പിന്നെ അതൊരു കാഹിനിൻ്റെ, ഒരു ജോത്സ്യൻ്റെ വർത്താനായിരിക്കും, മുഹമ്മദ് ഒരു ജോത്സ്യനായിരിക്കും. അപ്പോഴാണ് അടുത്ത ആയത്ത് ഓതുന്നത്, വമാ ഹുവ ബിഖൗലി വലാ ബിഖൗലി കാഹിൻ, അതൊരു ജോത്സ്യൻ്റെ വർത്തമാനവുമല്ല, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അത് ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ സൂറത്താണ്, ഈ ആയത്തുകളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിവർത്തനത്തിൻ്റെ കാരണം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സൊന്ന് മാറാനുള്ള, ഇളക്കം തട്ടാനുള്ള റീസണായിട്ട് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും ഒരുപാട് സംഭവങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും എത്തുന്ന ലാസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ കേട്ടിട്ടാണ് ആര് മാറിയത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറിയത് എന്നാണ്. ഖുർആനിൻ്റെ ആയത്തുകളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ ശരിക്ക് വല്ലാത്തൊരു സ്വാധീനം എന്തിനുണ്ട്? അള്ളാഹുവിൻ്റെ കിതാബിനുണ്ട്. അത് ഓതേണ്ട വിധത്തിൽ നമ്മൾ ഓതുന്നുണ്ട് എങ്കിൽ, അത് പഠിക്കേണ്ട കോലത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എങ്കിൽ, അത് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നതാണ്.
കാരണം നമ്മുടെ മനസ്സ് സൃഷ്ടിച്ച റബ്ബാണ് ആ ഖുർആനിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു അടുപ്പവും ബന്ധവും ഖുർആനുമായിട്ട് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതിനാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക. ഏതായാലും അള്ളാഹു ഈ ഒരു കൂടിയിരുത്തം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇന്ന് നമ്മൾ സൂറത്തു തൗദീ ആണ് പഠിക്കുന്നത്. സൂറത്തു അത്തൗദീ. തൗദീ എന്ന് പറഞ്ഞാൽ വിട നൽകൽ എന്നാണ് അർത്ഥം. വിട നൽകൽ. ഏതാണ് ആ സൂറത്ത്? വിട നൽകുന്ന സൂറത്ത്. അഹ്സൻത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. സൂറത്തുൻ നസ്ർ ഖുർആനിലെ 109 സൂറത്ത്. 109 അല്ലേ വരിക? 112 ഇഖ്ലാസാണ്. 111 സൂറത്തുൽ മസദാണ്. 110 അല്ലേ? 110 അധ്യായം ഖുർആനിലെ 110 അധ്യായം സൂറത്തുൻ നസ്റാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യം നമുക്ക് ആ സൂറത്തൊന്ന് ഓതി നോക്കാം. ഞാൻ ഓതാം, നിങ്ങൾ കൂടെ പാരായണം ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അഹ്സൻതും ബാറക്കല്ലാഹു ഫീക്കും. 3 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്ത് മദനിയായ സൂറത്താൻ. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹു തആലക്ക് പറയുന്നുണ്ട്, സൂറത്തുൻ നസ്ർ മദനിയായ സൂറത്താണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് ഇറങ്ങിയ സൂറത്തുകളിലൊന്നാണ് സൂറത്തുൻ നസ്ർ. അതുകൊണ്ടാണ് അതിന് സൂറത്തു തൗദീ, വിട നൽകുന്ന അദ്ധ്യായം എന്ന പേര് വന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സദസ്സിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹുവിനെ കൊണ്ടുവന്ന് ഇരുത്തിയിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചെറിയ പ്രായമാണ്, ചെറുപ്പക്കാരനാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ സദസ്സിൽ വലിയ വലിയ കിബാറുകളായ മുതിർന്ന സഹാബിമാരുണ്ട്, ബദറിലൊക്കെ പങ്കെടുത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്കിടയിൽ എന്താ ഇപ്പോൾ ഒരു ചെറിയ ആൾ, ഒരു ചെറുപ്പക്കാരൻ എന്തിനപ്പോൾ ഈ വലിയ കാരണവന്മാർ ഇരിക്കുന്നിടത്ത് വന്നിരിക്കുന്നത് എന്നൊരു ധാരണ ആർക്കുണ്ടായിരുന്നു? ഉമർ റളിയല്ലാഹുവിൻ്റെ സദസ്സിലുള്ള ആൾക്കാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ആ ധാരണ ഒന്ന് തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സൂറത്തുൻ നസ്ർ ഇറങ്ങാനുള്ള കാരണം എന്ന് നിങ്ങൾക്കറിയോ? സൂറത്തുൻ നസ്റിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ പലരും പല കാരണങ്ങൾ പറഞ്ഞു. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചു, എന്താണ് സൂറത്തുൻ നസ്റിൻ്റെ ഒരു ലക്ഷ്യം? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഹുവ അജലു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ച് മടങ്ങിപ്പോകാൻ സമയമായിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടാണ് അള്ളാഹു ആ അധ്യായം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മനസ്സിലാക്കിയത് തന്നെയാണ് ആ വിഷയത്തിൽ എനിക്കും അറിയുന്ന കാര്യം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി, ആൾ ചില്ലറക്കാരനല്ല, വെറുതെ അല്ല നമ്മളെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ളത് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൂറത്തിന് എന്ത് പേര് വന്നത്? സൂറത്തു തൗദീ, വിട നൽകുന്ന അധ്യായം എന്ന പേര് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഏതായാലും മദനിയായ സൂറത്താണ്. മദനിയായ സൂറത്ത് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ച അധ്യായമാണ്. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് നോക്കുക. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ജാഅ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജാഅ വന്നു അല്ലേ? ജാഅ യജീഉ എന്ന് പറഞ്ഞാൽ വന്നു, വരുന്നു, മജീ വന്നു എന്നാണ് ജാഅ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇദാ ജാഅ വന്നാൽ, വന്നെത്തിയാൽ, നസ്റുല്ലാഹ് നസ്ർ സഹായം, നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്നാണ് അർത്ഥം. നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു. അള്ളാഹു നാസിറാൻ, അള്ളാഹു അന്നാസിറാൻ സഹായിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. അള്ളാഹു അന്നസീറുമാൻ. ശരിക്കും നമ്മൾ മലയാളികൾ നാസർ നാസർ എന്നാണ് പറയുക. ശരിക്കും നാസറല്ല, നാസിറാൻ. സാദിന് കസ്രയാണ് വരേണ്ടത്. നമ്മൾ നാസറാക്കാന്നാണ് പറയൽ. പക്ഷെ ശരിക്ക് നാസറല്ല വേണ്ടത്, നാസിറാണ് വേണ്ടത്. അബ്ദുൽ നാസിർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്നാണ് അർത്ഥം. നാസിറുൻ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവൻ. നസ്റുൻ എന്ന് പറഞ്ഞാൽ സഹായം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയൊക്കെ പറയുന്നുണ്ട്, ശത്രുവിനെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നതിനും ശത്രുവിനെതിരെ അള്ളാഹു സഹായം ചെയ്തു തരുന്നതിനൊക്കെ നസ്ർ എന്ന് പ്രയോഗിക്കാറുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത വലിയൊരു ഔദാര്യമാണല്ലോ. നമ്മൾ കഴിഞ്ഞ സൂറത്ത് പഠിച്ചപ്പോൾ പറഞ്ഞു, നബിക്ക് മാത്രം കിട്ടിയൊരു പ്രത്യേകതയാണ് നുസിർതു ബിർറുഅബി മസീറത ശഹ്രിൻ. ഒരു മാസം മുമ്പ് അല്ലേ ഉൾഭയം കൊടുക്കുന്ന പറഞ്ഞത് ശത്രുക്കൾക്ക്. നബി ഏതെങ്കിലും ഒരു നാട്ടുകാരോട്, എതിരാളികളോട് നേരിടാൻ വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ അവർക്കും നബിക്കും ഇടയിൽ ഒരു മാസത്തെ വഴിദൂരം ഉണ്ടാകുമ്പോൾ തന്നെ ശത്രുവിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും? പേടി ഉണ്ടാകും. പേടിയുള്ള ഒരാളെ കീഴ്പ്പെടുത്തൽ എളുപ്പമാണ്. ഉള്ളിൽ ഭയമുള്ള, പേടിയുള്ള ഒരാളെ കീഴ്പ്പെടുത്താൻ കുറച്ചും കൂടി എളുപ്പമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്തൊരു എളുപ്പമാണ്. അപ്പോൾ ഏതായാലും നസ്ർ എന്ന് പറഞ്ഞാൽ സഹായം എന്നതാണ് അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തിയാൽ, സഹായം എന്ന് പറഞ്ഞാൽ അതിൽ ശത്രുവിനെ കീഴ്പ്പെടുത്തിയിട്ട് വിജയം നൽകലൊക്കെ എന്തിൽ പെടും? ആ നസ്ർ എന്ന ആ പ്രയോഗത്തിൽ പെടും. വൽ ഫത്ഹ്, അതുപോലെ തന്നെ എന്തും വന്നാൽ, വിജയവും വന്നാൽ. ഫത്ഹുൻ എന്ന് പറഞ്ഞാൽ വിജയം എന്ന അർത്ഥമുണ്ട്. ഇവിടെ ആ അർത്ഥത്തിലാണ് ഫത്ഹ് എന്ന പദം വന്നിട്ടുള്ളത്. ഫതഹ എന്ന് പറഞ്ഞാൽ ജയിച്ചടക്കി എന്നൊക്കെ പറയും. ജയിച്ചു, യുദ്ധത്തിലൊക്കെ ജയിക്കുന്നതിന്, ഏതെങ്കിലുമൊക്കെ നാട് ജയിച്ചടക്കുന്നതിനൊക്കെ എന്ത് പറയും? ഫതഹ എന്ന് പറയും. ഫത്ഹു മിസ്ർ, മിസ്ർ ജയിച്ചടക്കി എന്ന നിലക്ക്. അതേപോലെ തന്നെ ഫതഹക്ക് വേറെയും അർത്ഥമുണ്ട്. ഇപ്പോൾ വാതിൽ തുറന്നു, എങ്ങനെ പറയാ? ഫതഹൽ ബാബ, ഫതഹൽ ബാബ, അലി വാതിൽ തുറന്നു. ഫതഹ അലിയുൻ അൽ ബാബ, അലി ആ വാതിൽ തുറന്നു. ഇഫ്തഹ് എന്ന് പറഞ്ഞാൽ തുറക്ക്. അതൊരു അമ്രാണ്, കൽപ്പനയാണ്. ഇഫ്തഹ് തുറക്ക് അല്ലേ? മിഫ്താഹ്, എന്താ മിഫ്താഹ്? ചാവി അല്ലേ, തുറക്കുന്നത്. അപ്പോൾ ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ വിജയം എന്ന അർത്ഥം എന്തിനുണ്ട്? ഫതഹ എന്ന പദത്തിന് അർത്ഥമുണ്ട്. ഫത്ഹുൻ എന്ന പദത്തിന് വിജയം എന്ന അർത്ഥവും ഉണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തിയാൽ, വൽ ഫത്ഹ് വിജയവും വന്നെത്തിയാൽ, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നെത്തിയാൽ എന്നാണ് ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഇവിടെ ഈ ഫത്ഹ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? വിജയം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഏത് വിജയമാണ് ഉദ്ദേശിക്കുന്നത്? അഹ്സൻതും, ഫത്ഹ മക്കയാണ്. മക്ക വിജയമാണ് ഇവിടെ ഫത്ഹ കൊണ്ടുള്ള ഉദ്ദേശം. ശരിക്ക് ഇദാ ജാഅ നസ്റുള്ള, അള്ളാഹുവിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ അതിലെന്തും പെടും. ഫത്ഹ മക്കയും പെടും. ഫത്ഹ മക്കയും അള്ളാഹുവിൻ്റെ സഹായമാണ്. ആ ഫത്ഹ എന്നുള്ളതും ആ നസ്റിൽ പെടുന്നത് തന്നെയാണ്. പിന്നെയും എന്തിനാണ് അള്ളാഹു പ്രത്യേകത എടുത്തു പറഞ്ഞത്? അത് അറബി ഭാഷയിലുള്ളൊരു ശൈലിയാണ്. ബാബു ആത്തുഫിൽ ഖാസി അലൽ ആം, പൊതുവായി പറഞ്ഞതിൽ നിന്ന് പ്രത്യേകമായിട്ട് ചിലതിനെടുത്ത് പറയും. അഥവാ നമ്മൾ ആദ്യം പറഞ്ഞ വാക്കിൽ തന്നെ ഉൾക്കൊള്ളുന്നൊരു സംഭവമായിരിക്കും അത്. പക്ഷേ അതിൽ നിന്ന് പ്രത്യേകം അതിനെന്ത് ചെയ്യും? എടുത്തു പറയും. അതെന്തിനാണെന്ന് വെച്ചാൽ ആ പ്രത്യേകം എടുത്തു പറയുന്ന സംഗതിക്ക് കുറച്ചുകൂടി എന്തുണ്ട്? വലിപ്പവും മഹത്വവും ശ്രേഷ്ഠതയും ഉണ്ട്. അതുകൊണ്ടാണ് ഫത്ഹ എന്നുള്ളത്. ഫത്ഹ മക്ക അത് ചെറിയൊരു വിജയമല്ല.
അതുകൊണ്ടാണ് ആ ഫത്ഹ് മക്ക വീണ്ടും അള്ളാഹു എന്ത് ചെയ്യുന്നത്, എടുത്തു പറയുന്നത്. ഇപ്പം ഏതുപോലെ ലൈലത്തുൽ ഖദർ, സൂറത്തുൽ ഖദറിൽ അള്ളാഹു പറയുന്നില്ലേ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങി വരും. വറൂഹു, ആരും ഇറങ്ങി വരും? ജിബ്രീലും ഇറങ്ങി വരും. ശരിക്കും മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആരും പെടും? ജിബ്രീലും പെടുമല്ലോ. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആ പ്രയോഗത്തിൽ തന്നെ ആരും പെടും? ജിബ്രീലും പെടും. പക്ഷേ ജിബ്രീൽ കുറച്ചും കൂടി ഒരു വലുപ്പമുള്ള, ശ്രേഷ്ഠതയുള്ള, മഹത്തുള്ള ആളാണ്. അപ്പോൾ ആ ജിബ്രീലിൻ്റെ വലുപ്പം കുറച്ചും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു രൂപമാണ്, ഒരു ശൈലിയാണത്. ഖുർആൻ്റെ പല ഭാഗങ്ങളിലും നമുക്കത് കാണാൻ പറ്റും. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചപ്പോൾ അത് പറഞ്ഞിരുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ശരിക്കും നഅ്ബുദു എന്നുള്ളതിൽ തന്നെ എന്തും പെടും? സഹായത്തായിട്ടും പെടും. അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ എന്തും പെടും? അള്ളാഹുവിനോട് മാത്രം നമ്മൾ സഹായം ചോദിക്കുന്നത് പെടും. പിന്നെ ആ സഹായത്തേട്ടം പ്രത്യേകം എടുത്ത് പറയാൻ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഹാഫിദു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ. നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, നിസ്കാരങ്ങൾ മുറപ്രകാരം നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ട് അസ്സലാത്തുൽ വുസ്ത. അസ്സലാത്തുൽ വുസ്ത ഏതാണ്? അസർ നിസ്കാരമാണ്. അസർ നിസ്കാരം എന്ത് ചെയ്തു? അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. അത് അസർ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. അസർ നിസ്കാരത്തിന് പ്രത്യേക ശ്രേഷ്ഠത ഉണ്ട്. അസർ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഉച്ചക്ക് നല്ല ബിരിയാണി നെയ്ച്ചോറൊക്കെ അടിച്ചിട്ട് നല്ലൊരു മയക്കം കഴിഞ്ഞിട്ടാണ്ട് എഴുന്നേറ്റ് പോരണം. അപ്പോൾ പൊതുവേ ഒരുപാട് ആൾക്കാർക്ക് നഷ്ടപ്പെടുന്നൊരു നിസ്കാരമാണ് അസർ നിസ്കാരം. അതേപോലെ തന്നെ ഫജ്ർ നിസ്കാരം. ഈ രണ്ട് നിസ്കാരവും കുറേ ആൾക്കാർക്ക് നഷ്ടപ്പെടുന്ന രണ്ട് നിസ്കാരങ്ങളാണ്. ഈ രണ്ട് നിസ്കാരങ്ങൾക്കും വലിയ ശ്രേഷ്ഠതയുണ്ട്. എന്താ അസറിൻ്റെയും ഫജ്റിൻ്റെയും പ്രത്യേകത? അഹ്സൻത്, ഒരുപാട് താക്കീതുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അഹ്സൻത്. അതെ അതെ, ഭൂമിയിൽ ഡ്യൂട്ടിയുള്ള മലക്കുകളുണ്ട്. അതിൽ രാത്രി ഡ്യൂട്ടി ഉള്ളവരുണ്ട്, നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരുണ്ട്, പകല് ഡ്യൂട്ടി ഉള്ള ആൾക്കാരുണ്ട്. ഈ പകല് ഡ്യൂട്ടി ഉള്ള ആൾക്കാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഫജ്റിൻ്റെ സമയത്താണ്. ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഫജ്റിൻ്റെ സമയത്താണ്. ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതോ അസറിൻ്റെ സമയത്താണ്. രാത്രി ഡ്യൂട്ടിയുള്ള ആൾക്കാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതോ അസറിൻ്റെ സമയത്താണ്. രാത്രി ഡ്യൂട്ടിയുള്ളവർ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് അസറിൻ്റെ സമയത്താണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു മടങ്ങുന്നത് ഫജ്റിൻ്റെ സമയത്താണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒരുമിക്കുന്ന നിസ്കാരമാണ് ഏത് നിസ്കാരം? അസർ നിസ്കാരവും ഫജ്ർ നിസ്കാരവും. രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകളും പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകളും ഒരുമിച്ച് ചേരുന്ന ജമാഅത്ത് നിസ്കാരമാണ് ഫജ്റിൻ്റെയും അസറിൻ്റെയും ജമാഅത്ത്. അതുകൊണ്ടാണ് ഇവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ ഭൂമിയിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ അടിമകൾക്ക് എന്താ പണി? അള്ളാഹുവിനത് അറിയാം. എന്നാലും മലക്കുകളുടെ അടുത്ത് നിന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് അള്ളാഹു അത് ചോദിക്കും. അപ്പോൾ അവർ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വ അതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു നിസ്കാരത്തിലായിരുന്നു, ഞങ്ങൾ അവരുടെ അടുക്കൽ നിന്ന് തിരിച്ച് നിൻ്റെ അടുക്കലേക്ക് വരുമ്പോഴും അവർ നിസ്കാരത്തിലായിരുന്നു എന്നാണ്. അത് മലക്കുകൾ സാക്ഷി പറയുന്നതാണ്. അപ്പോൾ ആ സാക്ഷി പറയുന്ന നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവുമോ നമ്മൾ ആലോചിക്കുക. ഒരു പങ്കെടുക്കുന്ന ജമാഅത്തിൽ നമ്മൾ ഉണ്ടാവണം. അതിൽ നമ്മൾ ഉണ്ടെങ്കിൽ ഓരെന്തേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ അടുക്ക് പോയിട്ട് ആ ജമാഅത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ അതിൽ നമ്മളും ഉൾപ്പെടുകയുള്ളൂ എന്നതാണ് കാര്യം. അപ്പോൾ ഏതായാലും ഇങ്ങനെ പ്രത്യേകമായിട്ട് പറയുക, പൊതുവായി പറഞ്ഞതിൽ നിന്ന് പ്രത്യേകം ചിലതിനെ എടുത്തു പറയുക എന്നുള്ളത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ശരിക്കും നസ്റുല്ലാ എന്നുള്ളതിൽ തന്നെ ഫത്ഹും പെടും. പക്ഷേ ആ ഫത്ഹിനെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. അത് മക്ക വിജയമാണ്. മക്ക വിജയം ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. മക്ക വിജയം ശരിക്കും ഇസ്ലാമിൻ്റെ വളർച്ചയുടെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഹിജ്റ എത്രാം വർഷമാണ് മക്ക വിജയം നടക്കുന്നത്? ഹിജ്റ 8-ാം വർഷമാണ്. ഹിജ്റ 8-ാം വർഷമാണ് മക്ക വിജയം നടക്കുന്നത്. ഏത് മാസമാണെന്നറിയോ? കഴിഞ്ഞ മാസം റമളാനിലാണ് ഫത്ഹ് മക്ക നടന്നത്. റമളാനിലാണ് ഫത്ഹ് മക്ക നടന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരൊക്കെ നോമ്പെടുത്തിട്ട് യാത്രക്കാരായിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? മക്ക വിജയത്തിന് വേണ്ടി പോകുന്നത്. യാത്രക്കിടയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് മുറിക്കുന്നതൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. ഇത് ഉണ്ടാകാനുള്ളൊരു കാരണം ഹിജ്റ 6-ൽ ഹുദൈബിയ സന്ധി ഉണ്ടായല്ലോ, മക്കക്കാരുമായിട്ട് കരാറുണ്ടായി. ആ കരാറ് പിന്നെ മക്കക്കാർ ലംഘിച്ചു. പിന്നെ അവർക്കെതിരെ വളരെ രഹസ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നീക്കം നടത്തുകയാണ്. കരാറ് ലംഘിച്ച ആൾക്കാരാണ്, ഓരോട്ട് ഇനി കരാറ് വെച്ച് നിന്നിട്ട് കാര്യമില്ല, പറഞ്ഞ വാക്കൊന്നും ഒരു പാലിക്കുന്നില്ല. അപ്പോൾ 10,000-ഓളം
ഏകദേശം 10,000-ഓളം പടയാളികളെയും കൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നാട്ടിലേക്ക്, പറന്നു വീണ മണ്ണിലേക്ക്, ആട്ടിപ്പുറത്താക്കിയവരുടെ ഇടയിലേക്ക് കയറി ചെന്ന് അധികാരം പിടിച്ചെടുത്ത വിജയത്തിൻ്റെ വെന്നിക്കൊടി നാട്ടിയ ദിവസമാണ്, വർഷമാണ് ഫത്ഹ മക്ക, ഹിജ്റ 8-ാം വർഷം. ഇപ്പോൾ വിജയവും നല്ല പര്യവസാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെന്ന് ഫത്ഹ് മക്കയോട് കൂടി ആർക്ക് ബോധ്യപ്പെടുകയാണ്? ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അതോടുകൂടി പിന്നെന്ത് ചെയ്യാണ്? കൂട്ടമായിട്ട് ആളുകൾ എന്ത് ചെയ്യാണ്? ഇസ്ലാമിലേക്ക് പോരുകയാണ്. അതാണ് തൊട്ടടുത്ത ആയത്തിൽ എന്ത് ചെയ്യുന്നത്? അള്ളാഹു പറയുന്നത്. وَرَأَيْتَ النَّاسَ يَدْخُلُونَ فِي دِينِ اللَّهِ أَفْوَاجًا റഅ യറ റുയത്ത് എന്ന് പറഞ്ഞാൽ കാണുക അല്ലെ? റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, യറ കാണുന്നു, റുയത്തുൻ കാഴ്ച. വറഅയ്ത നീ കാണുകയും ചെയ്തു. ആ വാവ് വേറെയാണ്, റഅയ്ത എന്നുള്ളത് വേറെയാണ്. വാവ് ചേർത്തി പറയാം, വാവുൽ ആത്തുഫ്, ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. വറഅയ്ത നീ കാണുകയും ചെയ്താൽ. റഅ യറ എന്ന് പറഞ്ഞാൽ കണ്ടു, കാണുന്നു. റഅയ്ത നീ കണ്ടു. ഞാൻ കണ്ടു എന്നെങ്ങനെ പറയാ? റഅയ്തു അല്ലേ? ഞാൻ കണ്ടു. റഅയ്ന ഞങ്ങൾ കണ്ടു. അപ്പോൾ വറഅയ്ത നീ കണ്ടു, അന്നാസ ജനങ്ങളെ നീ കണ്ടു. യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നു. ദഖല യദ്ഖുലു എന്ന് പറഞ്ഞാൽ ദുഖൂൽ അല്ലേ? ദുഖൂൽ എന്ന് പറഞ്ഞാൽ എൻട്രി, പ്രവേശിക്കുക. ദുഖൂലിൻ്റെ ഓപ്പോസിറ്റാണ് ഖുറൂജ്, എക്സിറ്റ് അല്ലേ? ഖുറൂജ്. ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. അപ്പോൾ വറഅയ്ത നാസ ജനങ്ങളെ നീ കണ്ടു, യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നു. എവിടെ പ്രവേശിക്കുന്നു? ഫീ ദീനില്ലാഹ് അള്ളാഹുവിൻ്റെ ദീനിൽ അവർ പ്രവേശിക്കുന്നു. എങ്ങനെ പ്രവേശിക്കുന്നു? ഒറ്റക്കൊറ്റക്ക് വളരെ സ്വകാര്യമായിട്ട് രഹസ്യമായിട്ട് ആരും കാണാതെ പാത്തും പതുങ്ങിയിട്ടാണോ? അല്ല, അത് വേറെ കാലം. ഇത് മക്ക വിജയത്തിന് ശേഷമുള്ള ഇസ്ലാം സ്വീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ അഫ്വാജ, അത് കൂട്ടമായിട്ടാണ്. കാരണം ഇനി നബിൻ്റെ അടുക്കലാണ് വിജയമുള്ളത്, നബിക്കാണ് പര്യവസാനം എന്ന് ആർക്ക് ബോധ്യപ്പെട്ടു? ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ആരും പേടിക്കാനില്ല, ഭയപ്പെടാനില്ല. ഓരെന്ത് ചെയ്യാണ്? മക്ക വിജയത്തിന് ശേഷം കൂട്ടമായിട്ട് എന്ത് ചെയ്യാണ്? ഇസ്ലാമിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ മക്ക വിജയത്തിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരും മക്ക വിജയത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരും ഒരുപോലെയല്ല. മക്ക വിജയത്തിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആൾക്കാർക്ക് കൂടുതൽ ശ്രേഷ്ഠത ഉണ്ട്. കാരണം അത് പ്രതിസന്ധികളുടെ കാലമാണ്, ഞെരുക്കത്തിൻ്റെ കാലമാണ്, ഒറ്റപ്പെടലിൻ്റെ കാലമാണ്. മക്ക വിജയത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച മുസ്ലിം ആയാലൊന്നും പ്രശ്നമില്ല, ആരും എതിർക്കാനും തല്ലൂടാനും കോളർ പിടിക്കാനോ ഒന്നും ആളില്ല. എന്നാൽ അതിന് മുമ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ മക്ക വിജയത്തിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച സഹാബിമാരും ശേഷം ഇസ്ലാം സ്വീകരിച്ച സഹാബിമാരും ഒരുപോലെയല്ല. അവരുടെ ശ്രേഷ്ഠതയിൽ എന്തുണ്ട്? മാറ്റമുണ്ട്. അപ്പോൾ ഫൗജുൻ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അഫ്വാജ്. ഫൗജുൻ എന്നത് ഏകവചനാണ്. അഫ്വാജ് എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങൾ. ജമാഅത്ത് അല്ലേ? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടം. വേറെന്താ കൂട്ടത്തിനെന്താ വേറെ അറബിയിൽ പറയും? ഖുർആനിലൊരു സൂറത്തിൻ്റെ പേര് തന്നെ അതാണ്, കൂട്ടം. അഹ്സൻത്, സുമർ അല്ലേ? സൂറത്തു സുമർ 39-ാം അധ്യായം സൂറത്തു അസുമർ. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ അല്ലേ? നരകത്തിലേക്ക് കാഫിറുകളായ ആളുകളെ കൂട്ടമായിട്ട് നയിക്കപ്പെടുമ്പോൾ. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, സ്വർഗത്തിലേക്ക് കൂട്ടമായിട്ട് ആളുകൾ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഫൗജുൻ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അഫ്വാജ്. അപ്പോൾ അഫ്വാജ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടമായിട്ട്. ഇവിടെ അന്നാസ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അൽ അറബു വഗൈറുഹും, അറബികളും അല്ലാത്തവരും. ഇസ്ലാം പിന്നെ അറബിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം പിന്നെ അതുണ്ട് പരക്കാണല്ലോ. അപ്പോൾ അറബികളും അല്ലാത്തവരും കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്ന നിലക്കാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹു തആല അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്.
ഹിജ്റ 8-ാം വർഷമാണ് ഫത്ഹ് മക്ക നടക്കുന്നത്. ഹിജ്റ 9-ാം വർഷം ആമുൽ വുഫൂദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആമുൽ വുഫൂദ് എന്ന് പറഞ്ഞാൽ നിവേദക സംഘങ്ങളുടെ വർഷം എന്നാണ് അർത്ഥം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പല നാടുകളിൽ നിന്ന് കൂട്ടമായിട്ട് ആളുകൾ വരുന്നു, അവർ ബൈഅത്ത് ചെയ്യുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നു. ആമുൽ വുഫൂദ് എന്ന പേര് തന്നെ എന്ത് ചെയ്തു, ആ വർഷത്തിന് കിട്ടിയെന്നാണ്. അപ്പോൾ ആ ഒരു ഇസ്ലാം വ്യാപനത്തിൻ്റെ വിശാലത എത്രയാണ് എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കുക. അതിന് മുമ്പത്തെ കാലം എന്ന് പറഞ്ഞാൽ മക്കയിലൊക്കെ ഉള്ളത് സ്വകാര്യമായിട്ട് ഒറ്റയും തെറ്റയൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാം സ്വീകരിക്കുക. പാത്തു പതുങ്ങി രാത്രിയിലൊക്കെയാണ് എന്ത് ചെയ്യുക, ദാറുൽ അർക്കമിൽ വരിക. ദാറുൽ അർക്കമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങിയ കാലത്തൊക്കെ മുസ്ലിമായ സഹാബിമാർ പറയുന്നുണ്ട്, നേരം ഇരുട്ടിയിട്ട് ആരും കാണുന്നില്ല എന്നൊക്കെ ഉറപ്പിച്ചിട്ട് വളരെ സ്വകാര്യമായിട്ടാണ് ഇവിടെ എത്തുക, ദാറുൽ അർക്കം എത്തുക. എന്നിട്ട് പകൽ സമയത്തൊന്നും എന്തെങ്കിലും ഒരു പുറത്തിറങ്ങൂല. രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു ദിവസമോ 2 ദിവസമൊക്കെ അവിടെ തങ്ങി പിന്നെ പാതിരാത്രിക്കൊക്കെയാണ് എന്ത് ചെയ്യുക, ആരും കാണാതെ തിരിച്ചു പോരുക. കാരണം മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ പ്രശ്നമാണ്, പിന്നെ ഓനക്ക് അവിടെ നിലനിൽപ്പില്ല, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയൂല. അതാണ് ദാറുൽ അർക്കം എന്ന് പറഞ്ഞാൽ അല്ലേ. ഈ ദാറുൽ അർക്കം എന്ന് പറഞ്ഞാൽ ഒരു കൗമാരക്കാരൻ്റെ വീടാണ്. സൊഫയുടെ ചെരുവിലാണ് ഈ ദാറുൽ അർക്കം ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട് തിരഞ്ഞെടുക്കാനൊക്കെ പല കാരണങ്ങളുണ്ട്. കാരണം അങ്ങനത്തെ ഒരു കൗമാരൊക്കെ ഒരു 16-17 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ നബിയും കൂട്ടരും ഒരുമിച്ച് കൂടുന്ന ആരും വിചാരിക്കുന്നില്ല, മക്കക്കാർ പ്ലാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓരങ്ങനെ കാണുന്നില്ല, കരുതുന്നില്ല. അതേപോലെ തന്നെ മക്കക്കാരുമായിട്ട് ഒത്തുപോകാത്തൊരു ഗോത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഗോത്രത്തിൽപ്പെട്ട ആളാണ് അർക്കം ഇബ്നു അബിൽ അർക്കം. അപ്പോൾ അദ്ദേഹം ആ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അവരുമായിട്ട് പിന്നെ ഈ തല്ലുംപിടിയുള്ള ആൾക്കാർ ഒരുമിച്ചിരിക്കുന്നു ആരും വിചാരിക്കുന്നില്ല, മക്കക്കാർ വിചാരിക്കുന്നില്ല. പക്ഷെ അവിടെയാണ്, ആ വീടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ ദാറുൽ അർക്കമിൽ ഇരുന്നിട്ടാണ് നബിയും സഹാബിമാരും സ്വപ്നങ്ങൾ കണ്ടത്, കിനാവുകൾ കണ്ടത്. ആ കിനാവാണ് ഇന്ന് ലോകത്ത് പടർന്ന് പന്തലിച്ച നമ്മുടെ ദീൻ. ഏതായാലും 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വറഅയ്തന്നാസ, ജനങ്ങളെ നീ കാണുകയും ചെയ്തു, യദ്ഖുലൂന, അവർ പ്രവേശിക്കുന്നു, ഫീ ദീനില്ലാ, അള്ളാഹുവിൻ്റെ ദീനിൽ, അഫ്വാജ, കൂട്ടമായിക്കൊണ്ട്. അപ്പോൾ ഇതും നീ കണ്ടാൽ പിന്നെന്താ ചെയ്യേണ്ടതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. അപ്പോൾ നിൻ്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് ചെയ്തു കൊള്ളുക. ഫസബ്ബിഹ്, സബ്ബഹ യുസബ്ബിഹു, തസ്ബീഹ് എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ചൊല്ലുക, തസ്ബീഹ് ചെയ്തു കൊള്ളുക. ശരിക്കും സബ്ബഹ എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. എല്ലാ ന്യൂനതകളും അള്ളാഹുവിനെ തൊട്ട് നിഷേധിക്കുകയാണ് തസ്ബീഹിലൂടെ നടക്കുന്നത്. ബിഹംദി റബ്ബിക, അതുപോലെ തന്നെ നിൻ്റെ റബ്ബിനെ നീ സ്തുതിക്കുകയും ചെയ്യുക അല്ലേ. ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക, ഒരു ന്യൂനതയും കുറവുമില്ല, അവൻ പരിപൂർണനാണ്, എല്ലാ നിലക്കും പൂർണ്ണനാണ് അള്ളാഹു. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുക. വസ്തഗ്ഫിർ, നീ അവനോട് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യുക. തലബുൽ മഗ്ഫിറ, ഇസ്തിഗ്ഫാർ തേടുന്നതിനാണ് എന്ത് പറയുക, മഗ്ഫിറത്ത് തേടുന്നതിനാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുക. ഈ ഇസ്തിഗ്ഫാർ ആ അച്ചിലേക്ക്, അഥവാ ഇസ്തിഫ്ആൽ അച്ചിലേക്ക് ഒരു പദത്തെ കൊണ്ടുവന്നാൽ തേടുക എന്നുള്ള അർത്ഥം കിട്ടും. തേടുക എന്ന അർത്ഥമാണ് അതിന് കിട്ടുക. ഇസ്തിഗാസ അത് ഇസ്തിഫ്ആൽ വസ്നാണ്. ഇസ്തിഗാസ അഥവാ സഹായം തേടുക, ഇസ്തിആന സഹായം ചോദിക്കുക, സഹായം തേടുക എന്നുള്ള അർത്ഥം. അപ്പോൾ അള്ളാഹുവിനോട് നീ പാപമോചനം തേടുകയും ചെയ്യുക. അഥവാ ഈ അനുഗ്രഹങ്ങളൊക്കെ നീ കണ്ടു, അള്ളാഹുവിൻ്റെ സഹായം നിനക്ക് വന്നു, അള്ളാഹുവിൻ്റെ വിജയം വന്നു, ജനങ്ങൾ കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്തു. അപ്പോൾ നിൻ്റെ ദൗത്യം ചെയ്തിട്ടുണ്ട്, ഏകദേശം പൂർത്തിയായിട്ടുണ്ട്, നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് നീ തസ്ബീഹ് ചൊല്ലുക, നീ ഹംദ് ചൊല്ലുക, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക, പാപമോചനം തേടുക. ഈ മഗ്ഫിറത്ത് എന്നുള്ളത് അള്ളാഹു ഒരു അടിമക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഗതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൻ യദ്ഖുല അഹദും മിൻകുമുൽ ജന്ന ബിഅമലിഹി,
നിങ്ങളിൽ ഒരാളും എന്തെങ്കിലും നിങ്ങളെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂല. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മളെ കർമ്മങ്ങൾ പകരാണോ? ഒരിക്കലും പകരാവൂല. അപ്പോൾ സഹാബിമാർ ചോദിക്കുന്നത് വല അൻത യാ റസൂൽ അള്ളാൻ്റെ റസൂൽ, നിങ്ങളും അങ്ങനെ നിങ്ങളെ കർമ്മങ്ങൾ കൊണ്ട് പ്രവേശിക്കൂല. നബിൻ്റെ കർമ്മങ്ങൾ എത്രയെന്ന് ഇപ്പോൾ നമുക്കറിയാലോ. അപ്പോൾ നബി പറയാണ് വല അന, ഞാനും പ്രവേശിക്കയില്ല, ഇല്ല അയ്യ തഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ എന്നെ പൊതിഞ്ഞാലല്ലാതെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാരുണ്യമാണ് ശരിക്ക് ഇസ്തിഗ്ഫാറിലൂടെ നടക്കുന്നത്. അള്ളാഹു നീ എനിക്ക് മാപ്പ് തരണേ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുമ്പോൾ ആ കാരുണ്യമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ആയിഷ ബീവി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലും റുക്കൂയിലും ഒക്കെ വല്ലാതെ എന്ത് ചെയ്തിരുന്നു, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദികല്ലാഹുമ്മ ഗഫിർലി എന്ന പ്രാർത്ഥന അധികരിപ്പിച്ചിരുന്നു എന്നാണ് ഇമാം ബുഖാരി റഹിമഹുല്ലൊക്കെ പറയുന്നുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു നിസ്കാരത്തിൽ നബി ആ പ്രാർത്ഥന ചൊല്ലാതെ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദികല്ലാഹുമ്മ ഗഫിർലി, സുജൂദിലും റുക്കൂയിലൊക്കെ നബി ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന. ശേഷം ഈ മൂന്നാമത്തെ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇന്നഹു കാന തവ്വാബ, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, പാപമോചനം സ്വീകരിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്, ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. തവ്വാബ് എന്നത് അള്ളാഹുവിൻ്റെ പേരാണ്. തവ്വാബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നാണ് തവ്വാബ് എന്ന പേരിൻ്റെ അർത്ഥം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, കസീറു തൗബതി അലാ മൻ താബ്, ആരൊക്കെ തൗബ ചെയ്ത് മടങ്ങുന്നുണ്ടോ ഓർക്കൊക്കെ തൗബ കൊടുക്കുന്നു. എത്ര തവണയാണെങ്കിലും അള്ളാഹു എന്ത് ചെയ്യും, തൗബ കൊടുക്കും. എപ്പോഴൊക്കെ തെറ്റ് ചെയ്തിട്ട് എപ്പോഴൊക്കെ ഒരാൾ തൗബ ചെയ്യുന്നുവോ അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, അള്ളാഹു തൗബ കൊടുക്കുന്നു എന്നാണ്. അത് അള്ളാഹുവിൻ്റെ കാരുണ്യമല്ലാതെ വേറെ ആർക്കായി പറ്റുക. നമ്മൾ ഒരു വട്ടം ഇടങ്ങാറാക്കി, ഒരു വട്ടം നമ്മൾ ക്ഷമിച്ച്, രണ്ടാമത് വീണ്ടും ഒന്നാമത്തെ കാര്യം നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹുവിന് അതുകൊണ്ട് ഒരു ഇടങ്ങറോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ അധികാരത്തിനായതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർ തോന്നിവാസികളായിട്ട് തെമ്മാടികളായിട്ട് ജീവിച്ചു. അതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? അള്ളാഹുവിനൊന്നും നഷ്ടപ്പെടാനില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ എത്ര തെറ്റ് ചെയ്താലും അതൊക്കെ പുറത്തു തരുന്നവനാണ്. എത്ര ആവർത്തിച്ച് ചെയ്താലും മാപ്പ് തരുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ടാണ് അത്തവ്വാബ് എന്ന പേര്. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ഒരാൾ വ്യഭിചരിച്ചു, അയാൾ തൗബ ചെയ്തു, വീണ്ടും അയാൾ ആ തെറ്റ് ചെയ്തു, വീണ്ടും അയാൾ തൗബ ചെയ്തു, അള്ളാഹു മാപ്പ് കൊടുക്കുമോ? ഓക്കെ, 2 വട്ടം തൗബ കൊടുത്തു, തൗബ സ്വീകരിച്ചു, മൂന്നാമത് വീണ്ടും ചെയ്തു, അപ്പോൾ കിട്ടുമോ? അഹ്സൻതും, കൊടുക്കും. 1000 തവണ ആ തെറ്റ് ആവർത്തിച്ചാലും ശരിക്ക് തൗബ ചെയ്യേണ്ട വിധത്തിൽ ഒരാൾ തൗബ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ തെറ്റ് അള്ളാഹു പുറത്തു തരുന്ന പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതിൽ 1000 എന്നുള്ളത് ഒരു ഉദാഹരണം നിലക്ക് പറഞ്ഞാൽ 1000 എന്നൊരു ലിമിറ്റൊന്നുമില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ നിരന്തരമായിട്ട് തെറ്റ് ചെയ്യാനാണോ? ഒരിക്കലുമല്ല. അതെന്ന് വെച്ചാൽ തൗബക്ക് നിബന്ധന ഉണ്ട്. ആ നിബന്ധനകൾ പാലിച്ചിട്ട് ഒരാൾ തൗബ ചെയ്താൽ അത് എന്താവുള്ളൂ? തൗബയാവുള്ളൂ. ഇപ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല 5 നിബന്ധനകൾ എണ്ണി പറയുന്നുണ്ട്. ഒരു കാര്യം തൗബയാകണമെങ്കിൽ. ഇപ്പോൾ നമ്മളൊക്കെ ചോദിക്കുന്നത് എങ്ങനെ തൗബ ചെയ്യുക, തൗബൻ്റെ രൂപം എങ്ങനെയാണ്, അതിനൊരു നിസ്കാരം ഉണ്ടോ, വുളൂ ചെയ്തിട്ട് വന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണോ തൗബ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ തൗബയാകോ എന്നൊക്കെ ചോദിക്കലുണ്ട്. തൗബക്ക് 5 നിബന്ധനകളുണ്ട്. ആ 5 നിബന്ധനകൾ പാലിച്ചിട്ട് ഒരാൾ തൗബ ചെയ്താൽ ആ തൗബ അള്ളാഹു സ്വീകരിക്കും. ഒന്നാമത്തെ നിബന്ധന അൽ ഇഖ്ലാസു ലില്ലാഹ്. അയാൾ തൗബ ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കൂലി കൊതിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം അയാൾ എന്ത് ചെയ്യുന്നത്? തൗബ ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ സംഗതി, അയാൾ ചെയ്തു പോയ തെറ്റിൽ അയാൾക്ക് അങ്ങേയറ്റത്തെ സങ്കടവും ദുഃഖവും ഉണ്ടാകണം. അന്നതും ഖേദം, അള്ളാഹു അന്ന് അങ്ങനെ പറ്റിപ്പോയല്ലോ, അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ളൊരു വേദന. അതല്ല ഇനിയും ചാൻസ് കിട്ടിയാൽ ഇനിയും ചെയ്യും എന്നുള്ളിടത്താണ് മൂപ്പരുള്ളതെങ്കിൽ അത് തൗബയല്ല. അല്ലെങ്കിൽ ഇപ്പം ആ തെറ്റ് ചെയ്യാൻ അവസരമില്ല, അതുകൊണ്ട് മൂപ്പര് ചെയ്യുന്നില്ല, അത് തൗബയല്ല. സംഭവിച്ചു പോയതിൽ അങ്ങേയറ്റത്തെ വിഷമമുണ്ട്, വേദന ഉണ്ട്, അന്നങ്ങനെ പറ്റിപ്പോയല്ലോ,
അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള സങ്കടം. മൂന്നാമത്തെ നിബന്ധന അൽ ഇഖ്ലാഉ അനി ദംബ്, ആ തെറ്റങ്ങോട്ട് വേരോടെ പിഴുത് കളയണം. ഇവിടെ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ട്, അപ്പുറത്തും ഇങ്ങനെ തൗബ ചെയ്യുന്നുണ്ട്, അത് പറ്റൂല. ഇപ്പോൾ ഒരു അവിഹിതമായ ചാറ്റിങ് നടക്കുകയെന്ന് വിചാരിക്കുക. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എന്ത് ചെയ്യുന്നു, ചാറ്റിങ് നടക്കും. അപ്പോൾ ഇവളിങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, പാപങ്ങൾ പുറത്തു ഒരു അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല, അത് പറ്റൂല. ആ തെറ്റെന്ത് ചെയ്യണം, അൽ ഇഖ്ലാ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് വേരോടെ എന്ത് ചെയ്യണം, പിഴുത് കളയണം. നാലാമത്തെ നിബന്ധന അൽ അസ്മു അലാ അദ്മിൽ ഔദതി ഇലൈഹി, ഇനി ഒരിക്കലും അതിലേക്ക് തിരിച്ച് മടങ്ങുകയില്ല എന്ന ഉറച്ച തീരുമാനം എടുക്കണം. ഇനി ഞാനത് ചെയ്യൂല, അന്നങ്ങനെ സംഭവിച്ചു, ഇനി ഒരിക്കലും അത് ചെയ്യൂല എന്ന് ഉറപ്പിക്കണം. അഞ്ചാമത്തെ നിബന്ധന തൗബയുടെ വാതിൽ അടയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ തൗബ ചെയ്യണം. തൗബയുടെ വാതിൽ എപ്പോൾ അടയുക, രണ്ട് സമയത്താണ്. ഒന്ന് ഓരോരുത്തർക്കുള്ള സമയമാണ്, അത് മാലം യുഗർഗീർ, ആ മരണം തൊണ്ടക്കുഴിയിൽ എത്തിയിട്ട് ആ ഗർഗർ ശബ്ദം വരുമല്ലോ, ആ ശബ്ദം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലായി ഇനി ഇവിടെ ദുനിയാവിൽ എനിക്ക് സമയം ബാക്കിയില്ല, ഞാൻ മടങ്ങുകയാണ്, എൻ്റെ കാലം തീർന്നിട്ടുണ്ട്, അള്ളാഹിൻ്റെ അടുക്കലേക്ക് തിരിച്ച് മടങ്ങാന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഒരാൾ തൗബ ചെയ്ത് അത് അള്ളാഹു സ്വീകരിക്കില്ല. അങ്ങനെ തൗബ ചെയ്ത ആളാണ് ആര്, ഫിറഔൻ. അങ്ങനെ തൗബ ചെയ്ത ആളെ സ്വീകരിക്കുമെങ്കിൽ ആരുടേത് സ്വീകരിക്കണമായിരുന്നു, ഫിറൗൻ്റെ സ്വീകരിക്കുമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേൽക്കാർ വിശ്വസിച്ച അള്ളാഹുൽ ഞാനും വിശ്വസിച്ചിട്ടുണ്ട് എന്ന് ലാസ്റ്റ് മൂപ്പര് പറഞ്ഞു. കാരണം മൂപ്പർക്ക് വേറെ മാർഗ്ഗമില്ല, ഇനി വേറൊരു രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അത്, അതുകൊണ്ട് കാര്യമില്ല. അതാണ് ഒന്ന്, തൗബയുടെ വാതിൽ അടയുന്ന ഒരു സമയം അതാണ്. രണ്ടാമത്തെ സമയം സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമ്പോൾ, അല്ലേ, പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ ഖിയാമത്താണ്, പിന്നെ അയാൾക്ക് ഇവിടെ ജീവിതം ബാക്കിയില്ല. അപ്പോൾ മൂപ്പര് മടങ്ങിയോണ്ട് കാര്യമില്ല, അതിന് മുമ്പ് എന്ത് ചെയ്യണം, തൗബ ചെയ്യണം. ഈ 5 നിബന്ധനകൾ പാലിച്ചിട്ട് ഒരാൾ തൗബ ചെയ്തു, എന്നിട്ട് പിന്നെ എന്തെങ്കിലും കാരണവശാൽ അയാൾ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചു, വീണ്ടും ഇതേപോലെ ഈ നിബന്ധനകൾ പാലിച്ചിട്ട് അയാൾ തൗബ ചെയ്താൽ അള്ളാഹു അത് പുറത്തു തരും. അതാണ് നമ്മൾ 1000 തവണ ചെയ്താലും പുറത്തു വരും എന്ന് പറഞ്ഞാൽ. ഈ നിബന്ധനകൾ പാലിക്കണം. ഇത് വെറുതെ പറഞ്ഞ നിബന്ധന, അങ്ങനത്തെ സങ്കടം, ഇനി ഒരിക്കലും തിരിച്ചു മടങ്ങൂല എന്നുള്ള ഉറപ്പ്, ഇതൊക്കെ എടുത്തിട്ടും അയാൾ വീണ്ടും ആ തെറ്റിൽ ചെന്ന് ചാടി, സംഭവിച്ചു, വീണ്ടും അയാൾ തൗബ ചെയ്താൽ അള്ളാഹു അത് പുറത്തു തരും എന്നതാണ് കാര്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, തൗബക്ക് പ്രത്യേക നിസ്കാരം ഉണ്ടോ? പ്രത്യേകം നിസ്കാരം, തൗബയുടെ നിസ്കാരം എന്നുള്ള ആൾക്കൊരു നിസ്കാരം വന്നിട്ടുണ്ട്, അത് നിസ്കരിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം. അതെ, ഉദു ചെയ്യുന്നു, 2 റക്അത്ത് നിസ്കരിക്കുന്നു, എന്നിട്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഖേദിച്ചു മടങ്ങുന്നു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. എന്നാൽ അതെന്തല്ല, നിബന്ധനയല്ല. ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ തൗബ ശരിയാവില്ല എന്നൊന്നും ഇല്ല. രണ്ടാമത്തെ ഒരു പോയിൻ്റ്, തൗബയും ഇസ്തിഗ്ഫാറും ഒന്നല്ല. തൗബയും ഇസ്തിഗ്ഫാറും ഒന്നല്ല. എല്ലാ തൗബയും ഇസ്തിഗ്ഫാറാണ്, എന്നാൽ എല്ലാ ഇസ്തിഗ്ഫാറും എന്തല്ല, തൗബയല്ല. അസ്തഗ്ഫിറുല്ലാ എന്നൊരാൾ പറഞ്ഞാൽ അതെന്തായി, ഇസ്തിഗ്ഫാറായി. അള്ളാഹു എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗ്ഫാറായി, പാപമോചനം തേടി. എന്നാൽ തൗബയായിട്ടുണ്ടോ? ഇല്ല. തൗബയാകണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ നിബന്ധനകൾ പാലിക്കണം എന്നതാണ് കാര്യം. അതുപോലെ തന്നെ തൗബ എന്നുള്ളത് ഒരാൾ സ്വയം ചെയ്യേണ്ടതാണ്. ഇപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ള തൗബ കാദർക്കാക്ക് ചെയ്യാൻ പറ്റൂല. ഞാനൊരു തെറ്റ് ചെയ്താൽ അതിൻ്റെ തൗബ ഞാൻ തന്നെ ചെയ്യണം. കാരണം ഈ നിബന്ധനകൾ, ഞാൻ തെറ്റ് ചെയ്തതിന് അങ്ങേറ്റത്ത് സങ്കടം കാദർക്കാക്ക് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി കാദർക്ക പറയാണ്, ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല, ഞാൻ തെറ്റിലേക്ക് മടങ്ങൂല എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും സ്വയം എടുക്കേണ്ടതാണ്. എന്നാൽ ഇസ്തിഗ്ഫാർ എന്ത് ചെയ്യാം, വേറെ ആൾക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്ക് അബുക്കാക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇസ്തിഗ്ഫാർ തേടാം. അബുക്കാക്ക് എനിക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ തേടാം. അതാണല്ലോ ഉവൈസുൽ ഖർണിയോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്തിഗ്ഫാർ തേടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്, യമനിൽ ഒരു സംഘം വരും, ആ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടാകും, നിങ്ങൾ ആരെങ്കിലും ഉവൈസിനെ കാണുകയാണെങ്കിൽ ഉവൈസിനോട് പ്രത്യേകം ഇസ്തിഗ്ഫാർ തേടാൻ ആവശ്യപ്പെട്ടുകൊള്ളുക എന്നാണ്. അപ്പോൾ അത് വേറൊരാൾക്ക് ചെയ്തു കൊടുക്കാം. എന്നാൽ തൗബ എന്നുള്ളത് ഓരോരുത്തരും സ്വയം ചെയ്യേണ്ട സംഗതിയാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ റബ്ബ് അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഇന്നഹു കാന തവ്വാബ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതെ അതെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വേറൊരു സൂചനയായിരുന്നു. അഥവാ മദീന പള്ളിയിൽ നബി നടത്തിയൊരു പ്രസംഗം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു അടിമക്ക് അള്ളാഹു ഒരു അവസരം കൊടുത്തു. അഥവാ ഒന്നുകിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതം
തിരഞ്ഞെടുക്കാം. ഫഖ്താറ മാ ഇൻദല്ലാഹ്, ആ അടിമ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാണ് ആ പ്രസംഗത്തിൽ നബി പറഞ്ഞ വാക്ക്. അപ്പോൾ മദീന പള്ളിയിൽ ഒരാൾ മാത്രം കരയാണ്. ആ പള്ളിയിൽ ഇരിക്കുന്ന കൂട്ടത്തിൽ അബൂബക്കർ മാത്രം കരയാണ്. അപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇബ്നു മസ്ഊദ് ചോദിക്കുന്നത്, എന്തിനാ അപ്പോൾ അബൂബക്കർ കരയുന്നത്? നബി ഇപ്പോൾ ഒരു അടിമയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഒരു അടിമ അള്ളാഹിൻ്റെ അടുക്കൽ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് അബൂബക്കർ എന്തിനാണ് കരയുന്നത്? പക്ഷേ ആ അടിമ ആരായിരുന്നു? അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു. ഖാന അബൂബക്കർ അലമന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ള ആൾ അബൂബക്കർ ആയിരുന്നു. അത് അബൂബക്കറിന് മാത്രം മനസ്സിലായത്, ബാക്കിയുള്ളവർക്കൊന്നും അത് മനസ്സിലായിട്ടില്ല. ആ പ്രസംഗം കേട്ടിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിക്ക് തിരിച്ചു മടങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്ന് ആലോചിച്ച് കരഞ്ഞത്. ഓക്കെ, ഏതായാലും ഈ സൂറത്ത് നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ, ഷിർക്കിനും ഷിർക്കിൻ്റെ ആൾക്കാർക്കും നിലനിൽപ്പുണ്ടാവില്ല. ആ ഷിർക്ക് എന്ത് ചെയ്തു? അള്ളാഹു ജസീറത്തുൽ അറബിൽ നിന്ന് തുടച്ചു നീക്കി. 23 വർഷങ്ങൾ കൊണ്ട് ആ നാട് തൗഹീദിൻ്റെ നാടായിട്ട് മാറി. അറേബ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മുട്ടുമടക്കി ഇസ്ലാം അതിൻ്റെ വെന്നിക്കൊടി നാട്ടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൗത്യം പൂർത്തീകരിച്ചു. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്, അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് അള്ളാഹു നബിയെ സ്വാഗതം ചെയ്യുന്ന അധ്യായമാണ് സൂറത്തു അൻ-നസർ. ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു 4-5 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എന്നാൽ മക്ക വിജയം നടന്ന വർഷം ഏതാണ്? ഹിജറ 8. ഏത് മാസം? റമളാൻ മാസം. റമളാൻ മാസത്തിലാണ് ഫത്ഹ് മക്ക നടക്കുന്നത്. അഫ്വാജ എന്ന പദത്തിൻ്റെ അർത്ഥം, അഫ്വാജ്, അഹ്സൻതും, ഫൗജുൻ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അഫ്വാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നടത്തിയൊരു വീട് നമ്മൾ പറഞ്ഞു അല്ലേ? ദാറുൽ അർക്കം. ആ ദാറുൽ അർക്കം ഏത് മലഞ്ചെരുവിലാണ്? സഫ കുന്നിൻ്റെ ചെരുവിലാണ് ദാറുൽ അർക്കം ഉള്ളത്. യദ്ഖുലൂന വറഅയ്ത അന്നാസ യദ്ഖുലൂന, ജനങ്ങൾ എന്നുള്ളതിന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറഞ്ഞൊരു വിശദീകരണം നമ്മൾ പറഞ്ഞു. എന്താണത്? അന്നാസ്, അഹ്സൻതും, അറബികളും അല്ലാത്തവരും ഇസ്ലാമിലേക്ക് എന്ത് ചെയ്യും? കൂട്ടം കൂട്ടമായിട്ട് വരും. ഹിജറ 9-ാം വർഷം അറിയപ്പെടുന്ന പേര്, നബിയുടെ അടുക്കലേക്ക് നിവേദക സംഘങ്ങൾ വന്ന വർഷമാണ് ഹിജറ 9-ാം വർഷം. മമാലിക്ക പേജ് മറിക്കുന്നുണ്ട്. ആമുൽ വുഫൂദ്, അഹ്സൻതും, ആമുൽ വുഫൂദ്, ആമുൽ വുഫൂദ്, നിവേദക സംഘങ്ങളുടെ വർഷം. അതാണ് ഹിജറ 9-ാം വർഷം അറിയപ്പെടുന്നത്. തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള 2 മാറ്റങ്ങൾ. എല്ലാ ഇസ്തിഗ്ഫാറും തൗബയാണോ? അല്ല. എല്ലാ തൗബയും ഇസ്തിഗ്ഫാറാണ്. എന്നാൽ എല്ലാ ഇസ്തിഗ്ഫാറും തൗബയല്ല. തൗബ ഓരോരുത്തരും സ്വയം ചെയ്യണം. ഇസ്തിഗ്ഫാർ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാഹു അലം. അത് ഈ ഉവൈസ് അൽ ഖർണിയുടെ സംഭവം വേറൊരു കാര്യത്തിനും കൂടി തെളിവാണ്. നമുക്ക് വേണമെങ്കിൽ ഒരാളോട് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. പാപമോചനം തേടുക എന്നുള്ള ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കാം, ആവശ്യപ്പെടാം, അതിൽ തെറ്റില്ല. എന്നാൽ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക, സ്വയം പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത് എന്തല്ല? ശരിയായ രീതിയല്ല. അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. അപ്പോൾ എന്നാൽ ഒരാൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ അയാൾ തെറ്റുകാരനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സഹാബിമാരോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ ഉവൈസ് അൽ ഖർണിയുടെ ആ ശ്രേഷ്ഠത കൂടി നമ്മൾ ആലോചിക്കുക. സഹാബിമാരോട്, ഒരു താബിയിനോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. ഉവൈസ് അൽ ഖർണി താബിയാണ്, ഉമർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ഒരു സഹാബിയാണ് താബിയോട് എന്താ പറയുന്നത്? എനിക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ തേടണമെന്ന് പറയുന്നത്. ഉവൈസ് അൽ ഖർണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉമ്മയോട് അങ്ങേയറ്റം പുണ്യം ചെയ്ത മകനായിരുന്നു. ഉമ്മാക്ക് പുണ്യം ചെയ്തു എന്നുള്ളതാണ് ഉവൈസ് അൽ ഖർണിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സംഗതി. ഓക്കെ, തൽക്കാലം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ.